ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. വാസുദേവൻ അഖിലിനോടും ശ്യാമയോടും പറയുകയാണ്, എല്ലാം ശരിയാകും, മക്കള് ധൈര്യമായിട്ട് പോയിട്ട് വാ. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി വിസ്മയെയും കൊണ്ട് ഐശ്വര്യയോടൊപ്പം സൈക്കാട്രിസ്റ്റിനെ കാണാനായി എത്തിയിരിക്കുന്നതാണ്. വിസ്മയോട് പേര് പറയാൻ ഡോക്ടർ പറയുമ്പോൾ ശ്യാമ എന്നാണ് വിസ്മയ പറയുന്നത്. അല്ല, കുട്ടിയുടെ പേര് വിസ്മയ എന്നല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അല്ലെന്നും എന്നെ ദ്രോഹിച്ചവളുടെ പേരാ വിസ്മയ, ഞാൻ ശ്യാമയാണെന്ന് വിസ്മയ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഡോക്ടറിനോട് പറയുകയാണ്, ഡോക്ടർ, ഇതാണ് ഇവളുടെ പ്രശ്നം. ശ്യാമയെ പോലെ പൂജയും പാട്ടുമൊക്കെ ആയിട്ടാ ഇവളിപ്പോൾ നടക്കുന്നത്. നിങ്ങൾ പറയുന്നത് ആ റിയാലിറ്റി ഷോയിൽ ജയിച്ച ശ്യാമയെക്കുറിച്ചാണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതേയെന്നും ശ്യാമയുടെ പ്രേതബാധ കൂടിയതുപോലെയാ ഇപ്പം മോളുടെ പെരുമാറ്റമെന്നും അരുന്ധതി പറയുന്നു. മ്യൂസിക് ഫ്ലോറിൽ വെച്ച് ശ്യാമ ടോർച്ചർ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇവളിൽ കാണുന്നതെന്ന് ഐശ്വര്യ പറയുമ്പോൾ അന്ന് അവിടെ വെച്ച് എന്താ ഉണ്ടായതെന്ന് ഡോക്ടർ ചോദിക്കുന്നു. തുടർന്ന് അരുന്ധതി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയുകയാണ്. വിസ്മയുടെ എല്ലാ അസുഖങ്ങളും ഭേദമാകട്ടെ, എന്നിട്ട് എല്ലാത്തിനും എണ്ണി എണ്ണി ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ ഇവരുടെ ആരാ? ഞാൻ ഇവരുടെ ഫ്രണ്ടാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഡോക്ടർ അരുന്ധതിയോട് പറയുകയാണ്, ആദ്യം ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കണം, അപ്പോൾ തന്നെ മോളുടെ അസുഖം പാതിയോളം ഭേദമാകും. ഈ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമേ നിങ്ങൾ ഒരാൾക്ക് മാത്രമാണ്, ഈ കുട്ടിയുടെ അമ്മയ്ക്ക്. ചില അമ്മമാരുണ്ട്, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും, എന്നിട്ട് അവരുടെ പ്രഷർ സഹിക്കാൻ വയ്യാതെ കുട്ടികളിതാ ഇങ്ങനെ ഇരിക്കും. ഇവിടെ അതിനേക്കാൾ വലിയ സംഭവമാണ് നടന്നത്. പാടാൻ കഴിവില്ലാത്ത ഒരാളെ മറ്റൊരാളുടെ ശബ്ദം വാടകയ്ക്കെടുത്ത് പ്രശസ്തയാക്കാൻ ശ്രമിച്ചു. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ കുട്ടിക്ക് എന്തുമാത്രം മെന്റൽ പ്രഷർ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണെങ്കിലും വിസ്മയ്ക്ക് മെഡിസിൻ കൊടുക്കണം, കൃത്യമായി തന്നെ കൊടുക്കണം. പിന്നെ കൗൺസിലിങ്ങും വേണ്ടവരും. നമുക്ക് എല്ലാം ശരിയാക്കാമെന്ന് ഡോക്ടർ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയെയും വിസ്മയെയും ഐശ്വര്യയുമാണ്. ആ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടില്ലേ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, എനിക്ക് അയാളുടെ മോന്തക്കിട്ടൊരെണ്ണം കൊടുക്കാനാ തോന്നിയത്. പിന്നെ നമ്മുടെ അവസ്ഥ ഇതായി പോയല്ലോ, അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭിക്ഷക്കാരിയായ ഒരു അമ്മയും രണ്ടു മക്കളും കൂടി അവരുടെ അടുത്തേക്ക് വരികയാണ്. വിശക്കുന്നെന്നും എന്തെങ്കിലും തരാനും അവർ പറയുന്നു. അതേസമയം അപ്പുറമുള്ള രണ്ടാളുകൾ ഒരു ചെറുക്കനെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുന്നതും അവർ കാണുകയാണ്. ഇതൊക്കെ കാണുന്ന അരുന്ധതിക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നു. തുടർന്ന് അരുന്ധതി അവർക്ക് 100 രൂപ നൽകി വിടുന്നു. അരുന്ധതിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ, ഇവർക്കൊക്കെ എന്തിനാ ഇത്രയും പൈസ കൊടുക്കുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അരുന്ധതി പറയുകയാണ്, ഇത് അതിനല്ല, ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ആ തെണ്ടുന്ന കുട്ടികളൊന്നും അവരുടെ സ്വന്തം കുട്ടികളല്ല, പല വീടുകളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ കുട്ടികളാണതൊക്കെ. ആ സ്ത്രീകുട്ടിയെ ഓടിച്ചു കളയാൻ എന്താ മാർഗമെന്ന് ഐശ്വര്യ എന്നോട് ചോദിച്ചില്ലേ, ഇത് തന്നെയാ മാർഗം. ഞാനേ ഈ നാടോടികളോടൊന്ന് രഹസ്യമായി സംസാരിക്കാം, എന്നിട്ട് സ്ത്രീകുട്ടിയെ നമുക്ക് ഇവർക്കങ്ങ് കൊടുക്കാം. സ്ത്രീകുട്ടി അവർ നാട് കടത്തിക്കോളും, നമ്മൾ ഒന്നും അറിയണ്ട. കാലും കൈയും ഒടിക്കുകയോ കണ്ണുകുത്തി പൊട്ടിക്കുകയോ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളും, നമ്മളൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല. ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യയ്ക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും പോകാനായി ഇറങ്ങുന്നതാണ്. അവർ എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോൾ ജയന്തി മനസ്സിൽ പറയുകയാണ്, അപകടം പിടിച്ച സ്ഥലത്തേക്കാ പോകുന്നത്, തിരിച്ചു വന്നാൽ കൊള്ളാം. അങ്ങനെ അഖിലും ശ്യാമയും എല്ലാവരോടും യാത്ര പറഞ്ഞ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുണിൻ്റെ അടുത്തേക്ക് വന്ന് ശ്രീകുട്ടി പറയുകയാണ്, അങ്കിളെ, ഞാൻ അങ്കിളിനോട് ഒരു രഹസ്യം പറയട്ടെ. അങ്കിളിനെ ഞാൻ അത്രയ്ക്കും വിശ്വസിച്ചാ പറയുന്നത്, അങ്കിൾ ഇത് ആരോടും പറയരുത്. ഇല്ല മോളെ, മോൾ എന്താന്ന് കാര്യം പറയാൻ അരുൺ പറയുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, അതെ, എൻ്റെ അമ്മയുണ്ടല്ലോ ഒരു ഗസ്റ്റ് ഹൗസിൽ ഒളിച്ചു താമസിക്കുകയാ. പിന്നെ ആരും അമ്മയെ തിരിച്ചറിയാതിരിക്കാനേ അമ്മ പർദ്ദയിട്ടുണ്ടാ നടക്കുന്നത്. ആർക്കും ഈ കാര്യമൊന്നും അറിയില്ല, ആരെങ്കിലും അറിഞ്ഞാലേ അമ്മയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അങ്കിള് ഈ കാര്യമൊന്നും ആരോടും പറയണ്ട. 2-3 വട്ടം അമ്മ എന്നെ രഹസ്യമായി കാണാനും വന്നിരുന്നു. അല്ല, മോളിപ്പോൾ എന്താ ഇതൊക്കെ എന്നോട് പറഞ്ഞതെന്ന് അരുൺ ചോദിക്കുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, അത് പിന്നെ അങ്കിൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അത് പിന്നെ എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണമെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് അരുൺ പറയുന്നു. അങ്ങനെ ശ്രീകുട്ടി അവിടുന്ന് പോകുമ്പോൾ അശ്വതി അരുണിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അത് പിന്നെ അരുൺ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, മോളും ഇപ്പോൾ വന്നതിനോട് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇന്ന് രാത്രി അഭിരാമി ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, നമുക്ക് മോളെ കാണാം, എന്നിട്ട് ഞാൻ തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവിടാമെന്നും അരുൺ പറയുമ്പോൾ അശ്വതിക്ക് സന്തോഷമാകുന്നു. രാത്രി 11 മണിക്ക് ഞാൻ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് വരാമെന്ന് അശ്വതി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയാണ്. അരുന്ധതി ഐശ്വര്യയെ വിളിച്ച് പറയുകയാണ്,
ഐശ്വര്യയെ ഞാൻ ആ നാടോടികളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ആ മുരുകനും കൂട്ടരുമേ ഇന്ന് രാത്രി 11 മണിക്ക് നിങ്ങളുടെ വീടിന്റെ പരിസരത്തുണ്ടാകും. രാത്രി 11-ന് ഐശ്വര്യ എങ്ങനെയും ശ്രീകുട്ടിയെ ഗേറ്റിന്റെ അടുത്തേക്കൊന്ന് എത്തിച്ചാൽ മാത്രം മതി. കുറച്ച് റിസ്ക് ആണ്, എന്നാലും ഞാനത് ചെയ്തിരിക്കുമെന്ന് ഐശ്വര്യ പറയുന്നു. റിസ്ക് എടുത്താൽ എന്താ, നേരം വെളുക്കുമ്പോഴേക്കും ആ കൊച്ച് ഏതെങ്കിലും അന്യനാട്ടിൽ എത്തിയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് അരുന്ധതി കോള് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, അരുണിന്റെ ഒരു ശ്രീകുട്ടി ലാളന ഇന്നത്തോടെ തീരുമല്ലോ. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറുന്നതാണ്. കടയിൽ കയറുമ്പോൾ ശ്യാമയുടെ ആരാധകരെല്ലാം ശ്യാമയുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. എല്ലാവരും ശ്യാമയോടൊപ്പം നിന്ന് സെൽഫി എടുക്കുമ്പോൾ അഖിലിന് സന്തോഷമാകുന്നു. അങ്ങനെ അവരവിടുന്ന് സാധനങ്ങൾ മേടിച്ചിറങ്ങാൻ നേരം ആ കടയുടെ ഓണർ ശ്യാമയ്ക്ക് ഒരു ഗിഫ്റ്റ് നൽകുകയാണ്. അഖിലും ശ്യാമയും കൂടി സന്തോഷത്തോടെ കടയിൽ നിന്നും ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.